ഗൈസ് ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനെ കണക്ക് എന്തായാലും പണിക്ക് പോകാനായിട്ട് ടൈമായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. എന്ത് ചെയ്യാനാണ് ഗൈസ്, 10ൻ്റെ പൈസ അല്ലേ, ഇത്രയും വലിയ വീട് ഇതെല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് 10ൻ്റെ പൈസ അല്ല ഗൈസ്. ഓക്കെ, പൈസയൊക്കെ പോട്ട് ഗൈസ്, ഒരു നല്ലൊരു കാർ പോലും എനിക്കില്ല ഗൈസ്. ഓക്കെ, എൻ്റെ കയ്യിൽ ആകപ്പാടുള്ള ഒരു സ്പ്ലെൻഡറാണ് കേട്ടോ. ഓക്കെ, ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ് കേട്ടാ. ഞാൻ പിന്നെ ഒരു ഗ്യാസുകാരന് കണക്കാണ് കേട്ടാ. എൻ്റെ ഈ ഒരു സ്പ്ലെൻഡറിൽ കണക്ക് 2 ഗ്യാസുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഒരു ഓഫീസിൽ കണക്ക് വർക്കുകളൊക്കെ ചെയ്യുന്നതെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, വലിയ വലിയ ഓഫീസൊന്നും അല്ല കേസ്. ഓക്കെ, ഗ്യാസിൻ്റെ ഓഫീസിൽ കളക്കണ കേസ് ഞാൻ വർക്ക് ചെയ്യണമെന്ന് വെച്ചല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഒരു ഗ്യാസ് ഡെലിവറി മാനുകളൊക്കെയാണ് കേട്ടാ. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കണം കേസ്, അതുകൊണ്ടാണ് കേട്ടാ. അതുകൊണ്ട് എൻ്റെ സ്വന്തം സ്പ്ലെൻഡറിൽ തന്നെ ഞാൻ എന്തായാലും ഗ്യാസും കുറ്റിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, വല്ല ലീക്കും വല്ലതും അടിച്ച് ഈ വണ്ടിയെല്ലാം പൊട്ടിത്തെറിക്കണമെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേസ്. എന്നെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും, എൻ്റെ വണ്ടിയും പോകും കേസ്. ഓക്കെ, അവസാനം വീടും പറമ്പൊക്കെ വിൽക്കേണ്ടി വരും കേസ്. ഓക്കെ, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കണം കേസ്. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ഗ്യാസും കൊണ്ടെന്തായാലും ഡെലിവറി ചെയ്തേക്കാണ് കേട്ടോ. ഓക്കെ, അവരെന്തായാലും അവിടെ നിന്ന് എന്തായാലും അവരെ തന്നെയായിട്ടുള്ള അവരെ ഓഫീസിലുള്ള ആ ഒരു വണ്ടി വെച്ച് ഡെലിവറി വേണമെന്ന് അവർ ചോദിച്ചേ. പക്ഷെ അതിന് നമ്മൾ എക്സ്ട്രാ പൈസ അങ്ങോട്ട് കൊടുക്കണം കേസ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് എക്സ്ട്രാ പൈസ കൊടുക്കണം കേസ്, അത് വേണ്ട കേട്ടോ. അത് ഇച്ചിരി സീനാണ്, കാരണം വെച്ചാൽ അവരെ പെട്രോളല്ലേ പോകണം, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റത്തെ ഗ്യാസ് ഇളകി ചേച്ചിക്ക് എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, മൊത്തം അവിടെ 7 ഗ്യാസുകളൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും രണ്ടാമത്തെ കസ്റ്റമറിൻ്റെ അടുത്ത് എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഈ ഒരു ചേട്ടനാണ് നമുക്ക് എന്തായാലും ഗ്യാസ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെ അയാൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇല്ല നമ്മളെന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തായാലും 5 ഗ്യാസുകളൊക്കെയാണ് ഡെലിവറിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്തായാലും കേട്ടോ. നമ്മൾ നേരത്തെ നമുക്ക് 7 എന്തോ ആയിരുന്നു, അതൊക്കെ നമ്മളെന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ദൂരോട്ട് എന്തായാലും പോകണം കേസ്. ഓക്കെ, എന്നിട്ടാണ് അടുത്ത ഗ്യാസിൻ്റെ ഡെലിവറിങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, മാപ്പ് നോക്കി പോകണം കേസ്. ഓക്കെ, പലയിടത്തും കൊണ്ട് ഇടിച്ചു വല്ലതും പറ്റിക്കഴിഞ്ഞ് ഗ്യാസ് ലീക്കാവും, അതാണ് എൻ്റെ പേടിയെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പം നമ്മളെന്തായാലും 3 ഗ്യാസുകളൊക്കെ ഡെലിവറി ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 ഗ്യാസും കൂടെ ഡെലിവറി ചെയ്ത് നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞ കേസ്. ഓക്കെ, അടുത്ത ലൊക്കേഷൻ അടുത്ത ഇച്ചിരി ദൂരത്താണ് കേട്ടോ. ഓക്കെ, എൻ്റെ അടുത്തത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോട്ടെ. എന്താ അവസ്ഥയാണല്ലോ കേസ്. ഓക്കെ, ഗ്യാസൊക്കെ വിറ്റ് ജീവിച്ചാലേ പറ്റുമോ കേസ്. ഓക്കെ, അല്ലാതെ ശരിയാവത്തില്ല ഗൈസ്. ഓക്കെ, ഇതല്പം ദൂരമാണല്ലോ കേസ്. ഓക്കെ, കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഗ്യാസ് വിൽക്കണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അയ്യോടെ മാപ്പിലുള്ള വഴി, ഓ കുഴപ്പമില്ല കേസ്, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നല്ല കയറിപ്പോകാം കേട്ടോ. പ്രശ്നമില്ല. ഓക്കെ ഓക്കെ അല്ലെങ്കിൽ വേണ്ട കേസ്, നമുക്ക് അങ്ങറ്റത്തുള്ള ആ ഒരു ഗ്യാസില്ല, അതുകൊണ്ട് കൊടുത്തിട്ട് നല്ല വരാം കേട്ടോ. ഇങ്ങനെയൊക്കെ വിറ്റാലല്ലേ കേസ് നമ്മുടെ ഫ്രാങ്ക്ലിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ കേസ്. ഓക്കെ ഓക്കെ ഇന്നിപ്പോൾ എന്തായാലും മൊത്തം എല്ലാം കൂടെ എനിക്ക് കുറേ ഗ്യാസ് ഡെലിവറി ചെയ്യേണ്ടി വന്നു കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ നേരല്ല ആ ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും അടുത്ത കസ്റ്റമറിൻ്റെ അടുത്ത് എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ടോ. ഓക്കെ, ഇയാൾക്ക് നമ്മളെന്തായാലും ഗ്യാസ് ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആകെ ഒരാളും കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അയാൾക്കൂടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. ഓക്കെ, ഇത് എൻ്റെ മോനെ, ഇയാൾ എവിടെ നോക്കിയിട്ടാണ് വണ്ടി വിടണേ? ഡാ തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? താനല്ലോടെ എന്റെ വണ്ടി കൊണ്ടൊന്ന് ഇടിച്ചെന്നാ ഒന്ന് പോടാ അവിടുന്ന്. അല്ല പിന്നെ അയ്യോ ഇവിടെ ഇപ്പൊ എന്താണ് ഈ സംഭവിച്ചത് ഗൈസ്? ഓക്കെ, എന്റെ വണ്ടി ഇടിച്ച സമയത്ത് അയ്യോ ഇതിപ്പോ എന്താണ് ഈ സംഭവിച്ചത് ഗൈസ്? എന്റെ വണ്ടിയുടെ അയാളെ വണ്ടി കൊണ്ട് ഇടിച്ച സമയത്ത് എൻ്റെ വണ്ടിയുടെ സൈഡിൽ ഇരുന്ന 2 ഗ്യാസും കുറ്റി നൈസായിട്ട് ലീക്കായി ഗൈസ്. ഒക്കെ ലീക്കായി ഇവിടെ ഇപ്പൊ എൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ച് ഗൈസ്. ഒക്കെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഒക്കെ നൈസായിട്ട് പണിപ്പാള് കേസ്. ഒക്കെ ഇനിയിപ്പോൾ എല്ലാ ഓഫീസിൽ നിന്ന് ചവിട്ടി പുറത്താക്കും കേസ്. ഒക്കെ എൻ്റെ കയ്യിൽ ആകെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു കേസ്. ഒക്കെ ഇപ്പം അതും പോയി. ശരി എന്നാൽ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ എൻ്റെ പുതിയൊരു വീഡിയോ ഒക്കെ ചെറിയൊരു സ്റ്റോറി വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മുടെ പുതിയ ഗെയിമിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടാന്ന് വെച്ചാൽ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഇനിയും പുതിയ വീഡിയോ ഇട്ടാൽ വീണ്ടും വരുന്നത് കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.